അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നജ്അൽ ലഹു ഐനൈനി വലിസാനൻ വശഫതൈൻ. ആദരണീയരായ സഹോദരങ്ങളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും പാലിച്ചുകൊണ്ട് തഖ്വയുള്ള മുഅ്മിനുകളായി ജീവിതത്തെ ക്രമീകരിക്കണമെന്ന് എന്നോടും തുടർന്ന് നിങ്ങളോടും ഉണർത്തുകയാണ്. പരിശുദ്ധ റമദാനിൻ്റെ പുണ്യം നിറഞ്ഞ ദിനരാത്രങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോവുകയാണ്. റമദാൻ വിശ്വാസിക്ക് ഒരവസരമാണ്. ആത്മീയമായ പരിശുദ്ധി നേടുവാനും ശരീരവും സമ്പത്തും വിമലീകരിക്കുവാനും ഈമാൻ വർദ്ധിപ്പിക്കുവാനുമുള്ള ഒരു അവസരം. ആദ്യമായി നമുക്ക് അള്ളാഹുവിനെ സ്തുതിക്കാം, അൽഹംദുലില്ലാ. കാരണം ഈ റമദാനിൽ ഇന്ന് നമുക്ക് നോമ്പനുഷ്ഠിക്കുവാനും മറ്റ് ആരാധനാകർമ്മങ്ങൾ ചെയ്യുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ധന്യമായ ഒരു അവസരം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. നാളത്തെ സ്ഥിതിവിശേഷം എന്താണ് എന്നുള്ളത് നമുക്കാർക്കും അറിയുകയില്ല. എത്രയോ ആളുകൾ ഒരവസരത്തിനും കാത്തു നിൽക്കാതെ അള്ളാഹു അവരെ തിരിച്ചു വിളിച്ചു. ഒരു തിരിച്ചുപോക്കിന് നമ്മളും തയ്യാറായി കൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ പരിശുദ്ധ റമദാൻ എന്ന് പറയുന്നത് നോമ്പും നമസ്കാരവും സക്കാത്തും ദാനധർമ്മങ്ങളും മറ്റ് അമൽ സാലിഹത്തുകളും എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് അള്ളാഹു കനിഞ്ഞ് നൽകിയിട്ടുള്ള ഒരു സമയമാണ്. ഈ സമയത്തെ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ധർമ്മം. പ്രിയമുള്ളവരെ, ഒരു വിശ്വാസി പുണ്യപ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഇഹലോകത്ത് മെച്ചപ്പെട്ട ഒരു ജീവിതവും പരലോകത്ത് അതിനേക്കാൾ സുന്ദരമായ സ്വർഗീയ ജീവിതവും കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. നിരന്തരം ഒരു വിശ്വാസിയുടെ പ്രാർത്ഥനയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞതും ഇഷ്ടപ്പെട്ടതുമായ ഒരു പ്രാർത്ഥന പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ബഖറയിലെ 201 ആയത്തായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു പറയുകയാണ്, റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന ഈ ആയത്ത് ഖുർആൻ തന്നെ നമുക്ക് അറിയിച്ചു തരികയാണ്. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന, ഞങ്ങളുടെ രക്ഷിതാവേ, ദുനിയാവിൽ ഞങ്ങൾക്ക് നീ നന്മ പ്രദാനം ചെയ്യണമേ. വഫിൽ ആഖിറതി ഹസനതൻ, പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ പ്രദാനം ചെയ്യണമേ. വഖിനാ അദാബന്നാർ, നരകത്തിൻ്റെ ഭയാനകമായ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തുകയും ചെയ്യണമേ. ഇത് നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. പ്രവാചകൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുകയും ചെയ്തിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഇത്. ഈ വിജയത്തിന് വേണ്ടിയിട്ട് നമുക്കറിയാൻ സാധിക്കും, നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നതിൻ്റെ പിന്നിൽ ലക്ഷ്യം എന്ന് പറയുന്നത് വിജയം നേടുക എന്നുള്ളതാണ്. ഇഹപര ജീവിതത്തിൻ്റെ വിജയമാണ് ഓരോ വിശ്വാസിയും ആഗ്രഹിക്കുന്നത് തന്നെയാണ്. ഈ വിജയത്തിന് സൽക്കർമ്മങ്ങൾ ചെയ്താൽ മാത്രം മതിയോ? സൽക്കർമ്മങ്ങൾ മാത്രം ചെയ്താൽ പോരാ. എന്നാൽ ചെയ്ത കർമ്മങ്ങൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുകയും വേണം. ചെയ്ത അമലുകൾ ചോർന്നു പോകുന്നുണ്ടോ എന്ന് നമ്മൾ നിരന്തരം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെ, ചിന്തയിലൂടെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അറിയാതെ നഷ്ടപ്പെടുന്ന ഓരോ രംഗങ്ങളാണ്. നമ്മുടെ സംസാരം എന്ന് പറയുന്നത് അതിൽപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ ആ സംസാരം കൊണ്ട് നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള അമൽ സാലിഹാത്തുകൾ എങ്ങനെയാണ് നഷ്ടപ്പെടുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോടായ ഒരു ചോദ്യമുണ്ട്. അലം നജ്അൽ ലഹു ഐനൈനി വലിസാനം വശഫതൈനി, ഞാൻ നിങ്ങൾക്ക് 2 കണ്ണുകളും അതുപോലെ തന്നെ വലിസാനം ഒരു നാവും വശഫതൈനി 2 ചുണ്ടുകളും നൽകിയില്ലേ എന്നുള്ളതാണ്. ഇവിടെ നാവ് എന്ന് പറയുന്നത് ഓരോ മനുഷ്യൻ്റെയും അവൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ മറ്റുള്ള ആളുകൾക്ക് അത് പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാധ്യമമാണ്. നാവ് ഉപയോഗപ്പെടുത്തിയിട്ടാണ് നമ്മൾ ആശയവിനിമയം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അള്ളാഹു കനിഞ്ഞു നൽകിയിട്ടുള്ള ഈ അനുഗ്രഹം എന്തും ഏതും എവിടെയും എങ്ങനെയും സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, മറിച്ച് ഞാൻ എന്താണ് പറയുന്നത് എന്നും ആരോടാണ് പറയുന്നത് എന്നും എങ്ങനെയാണ് ഞാൻ പറയേണ്ടത് എന്നൊക്കെ നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കണം. ആ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓരോ വാക്കുകളും പറയേണ്ടത്. കാരണം നമ്മളുടെ വാക്കുകൊണ്ട് മറ്റുള്ളവരുടെ മനസ്സ് മുറിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ കലഹങ്ങളും ഉണ്ടാവുകയോ ചെയ്യുവാൻ പാടില്ല എന്ന കാര്യം കൂടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അദീമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ വിശ്വാസികളായ ആളുകളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുവിൻ. വഖൂലൂ ഖൗലൻ സദീദാ, നിങ്ങൾ നല്ല നല്ല വാക്കുകൾ പറയുവിൻ. യുസ്ലിഹ് ലക്കും അഅമാലക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നന്നാകും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, അതുപോലെ തന്നെ നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരികയും ചെയ്യും. വമൻ യുതിഇല്ലാഹ വറസൂലഹു, ആർ അല്ലാഹുവിനെ അനുസരിക്കുന്നുവോ അവന്റെ പ്രവാചകനെയും അനുസരിക്കുന്നുവോ, ഫഖദ് ഫാസ ഫൗസൻ അലീമാ, തീർച്ചയായിട്ടും അവർക്ക് മഹത്തായ വിജയമുണ്ട്. നമ്മുടെ സംസാരം നല്ലതല്ലെങ്കിൽ സംഭവിക്കുന്നത് ചെയ്ത അമലുകൾ എല്ലാം നിഷ്ഫലമായി പോകും എന്നുള്ളതാണ്. ഉദാഹരണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മളെല്ലാവരും നോമ്പനുഷ്ഠിക്കുകയാണ്. ഇന്ന് നമ്മളെല്ലാവരും നോമ്പുകാരാണ്. ചില ആളുകൾക്ക് ഒരു പക്ഷേ ചില കാരണങ്ങളെ കൊണ്ട് നോമ്പനുഷ്ഠിക്കാൻ സാധിക്കാതെ
വന്നേക്കാം. അതും ഇസ്ലാം അനുവദിച്ചിട്ടുള്ള കാര്യമാണല്ലോ. ഏതായിരുന്നാലും ശരി, പ്രഭാതം മുതൽ പ്രദോഷം വരെ ഒരു നിശ്ചിത സമയം മുതൽ ഒരു നിശ്ചിത സമയം വരെ അന്നപാനീയങ്ങളെല്ലാം ഒഴിവാക്കി എല്ലാ വിചാര വികാരങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് അള്ളാഹുവിന് മാത്രം അറിയാവുന്ന ഒരു രഹസ്യമെന്ന നിലക്കുള്ള ഒരു ആരാധനാകർമ്മമായ പരിശുദ്ധ നോമ്പ് നമ്മൾ നടത്തുമ്പോൾ അല്ലെങ്കിൽ നിർവഹിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കണമെങ്കിൽ പ്രവാചകൻ ഒരു കൃത്യമായ മാനദണ്ഡം അതിന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അബൂ ഹുറൈറയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, അന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മല്ലം യദഉ ഖൗല സൂർ വൽ അമല ബിഹി വൽ ജഹ്ല, ആരാണോ വ്യർത്ഥമായ വ്യാജമായ വാക്കുകൾ ഒഴിവാക്കാതെ വൽ അമല ബിഹി അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുകയും വൽ ജഹ്ല വിവരക്കേടുകൾ കൊണ്ട് ചില പ്രവർത്തികളും വാക്കുകളും ഒക്കെ സംഭവിച്ചു പോകുന്ന ആളുകൾ, അത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഫലൈസ ലില്ലാഹി ഹാജത്തുൻ, അള്ളാഹ്ക്ക് യാതൊരു ആവശ്യവുമില്ല അയ്യദഅ തഅമഹു വശറാബഹു, അന്നപാനീയങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത്. ഒരാൾ പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങളെല്ലാം ഒഴിവാക്കി, പക്ഷെ അവന്റെ സംസാരത്തിൽ യാതൊരു തരത്തിലുള്ള നിയന്ത്രണവും അവൻ ഏർപ്പെടുത്തിയില്ല. ഭക്ഷണപാനീയങ്ങളൊക്കെ ഹറാമാക്കിയപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരം ഹറാമാക്കിയില്ല, അല്ലെങ്കിൽ സംസാരിക്കരുത് എന്ന് പറഞ്ഞില്ല. പക്ഷേ ആ സംസാരത്തിന് ചില മാനദണ്ഡങ്ങൾ വെക്കുകയാണ്. അവിടെ നമ്മൾ നല്ലത് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. ആളുകൾക്ക് വിഷമമുണ്ടാക്കുന്ന യാതൊരു വാക്കുകളും അവിടെ സംസാരിക്കുവാൻ പാടില്ല. തീർച്ചയായിട്ടും ചില ആളുകൾ വാക്കുകൾ സൂക്ഷിക്കുകയില്ല. വാക്കുകൾ സൂക്ഷിക്കാതെ എന്തും ഏതും എവിടെയും എങ്ങനെയും പറയുന്ന ആളുകളെ നമുക്ക് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. അത്തരം ആളുകൾ യഥാർത്ഥത്തിൽ ശിക്ഷ ക്ഷണിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത് എന്ന് നാം ഓർക്കണം. തമാശയ്ക്ക് വേണ്ടി ആളുകൾ ചിരിക്കാൻ വേണ്ടി മറ്റുള്ളവരെ പരിഹസിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മറ്റുള്ളവരുടെ അഭിമാനത്തിന് യാതൊരു തരത്തിൽ വിലയും കൽപ്പിക്കാതെ അവരുടെ അഭിമാനത്തിന് ക്ഷതം കേൾക്കുന്ന തരത്തിൽ അവരെ അപമാനിക്കുന്ന രൂപത്തിൽ സംസാരിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. അത് നമ്മുടെ വീട്ടിലുള്ളവരാകാം, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരാകാം, നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുള്ള ആളുകളാകാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ വീടുകളിൽ നമ്മുടെ ഇണകളോടും അതുപോലെ തന്നെ മാതാപിതാക്കളോടും കുട്ടികളോടുമൊക്കെ വളരെ മോശമായ രൂപത്തിൽ സംസാരിക്കുകയും അതേപോലെ തന്നെ കയർക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മുടെ വീടുകളിലൊക്കെ ഒരു പക്ഷേ ഉണ്ടാകും. അത്തരം സംസാരങ്ങളൊക്കെ തന്നെ ആ കുട്ടികളിൽ അല്ലെങ്കിൽ മാതാപിതാക്കളിൽ തൻ്റെ ഇണകളിലൊക്കെ എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ് അവരോട് മാനസികമായി ശാരീരികമായി ഉണ്ടാകുന്നത് എന്ന് പോലും ചിന്തിക്കാതെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ സംസാരിക്കുന്നത്. മാത്രമല്ല, ഈ സംസാരം കൊണ്ട് നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള നമ്മളുടെ എല്ലാ അമൽ സാലിഹാത്തും പൊളിഞ്ഞു പോവുകയും നരകത്തിന് അവകാശികളായി നമ്മൾ മാറുകയും ചെയ്യും. അള്ളാഹുവിൻ്റെ അഭിപ്രായ പ്രവാചകൻ ഒരിക്കൽ നമ്മോട് പറയുകയുണ്ടായി, മങ്കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആർ അള്ളാഹുവിലും അള്ളാഹുവിലും അതേപോലെ തന്നെ അവൻ്റെ പരലോകത്തിലുമൊക്കെ വിശ്വസിക്കുന്നുവോ തീർച്ചയായിട്ടും അവർ ഫല്യഖുൽ ഖൈറൻ ഔ ലിയസ്മുത്ത്, ഒന്നുകിൽ അവർ നല്ലത് പറയട്ടെ അല്ലെങ്കിൽ അവർ മിണ്ടാതിരിക്കട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സംസാരിക്കുകയാണെങ്കിൽ നല്ലത് സംസാരിക്കുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ നിർദ്ദേശം. നോമ്പുകാരാണെങ്കിൽ പ്രത്യേകിച്ചും, അല്ലാത്ത സന്ദർഭത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. നോമ്പുകാരാണെങ്കിൽ ആ നോമ്പുകാരെ സംബന്ധിച്ച് അവർ ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങളും അതുപോലെ തന്നെ മറ്റുള്ളവരെ അപമാനിക്കാൻ വേണ്ടിയും ഒക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് അവരുടെ ആ പവിത്രമായ ആരാധനാ കർമ്മങ്ങൾ നിശ്ചലമായി പോകും എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയികളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നുണ്ട്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, ആരാണ് വിജയികൾ എന്നുള്ളത് അള്ളാഹു പഠിപ്പിക്കുകയാണ്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായിട്ടും മുഅ്മിനുകളായ ആളുകൾ വിജയിച്ചിരിക്കുന്നു. അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, തീർച്ചയായിട്ടും അവർ അവരുടെ നമസ്കാരങ്ങളിൽ ഭക്തിയുള്ളവരായിരിക്കും. വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, വ്യർത്ഥമായ വ്യാജമായ ഉപകാരമില്ലാത്ത യാതൊരു പ്രവർത്തനങ്ങളും അവർ ഇടപെടുകയില്ല. വല്ലദീന ഹും ലിസകാത്തി ഫായിലൂൻ, അവർ അവരുടെ സകാത്ത് കൃത്യമായി നിർവഹിക്കുകയും ചെയ്യുന്നവരായിരിക്കും. അള്ളാഹുവിന്റെ വിജയികളായ ആളുകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എണ്ണിപ്പറയുന്ന കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞത്, വ്യർത്ഥമായ വ്യാജമായ അല്ലെങ്കിൽ യാതൊരു ഉപകാരമില്ലാത്ത പ്രവർത്തനങ്ങളിൽ വാക്കുകളിലൊന്നും അവർ ഇടപെടുകയില്ല എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മറ്റുള്ള ആളുകളുടെ മനസ്സ് വേദനിക്കുന്ന തരത്തിൽ ആ രൂപത്തിൽ സംസാരിക്കുന്ന ആളുകൾ സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു പക്ഷേ അബദ്ധവശാൽ നമ്മുടെ സംസാരത്തിലും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ വന്നിട്ടുണ്ടായിരിക്കും. ആ കാര്യങ്ങളൊക്കെ തന്നെ തിരുത്തി നമ്മൾ ആരോടാണോ അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്തെങ്കിലും നമ്മളുടെ വാക്കുകളിൽ നിന്നോ പ്രവർത്തനങ്ങളിൽ നിന്നോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം ക്ഷമിക്കുവാനും പൊറുക്കുവാനും പറയുവാനുള്ള അങ്ങനെയുള്ള ഒരു ജീവിത കാലഘട്ടമാകുന്നു യഥാർത്ഥത്തിൽ റമദാനിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. കാരണം ഈ ഭൂമിയിൽ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കാരുണ്യം കൊണ്ട് അത് വിട്ടുപുറത്ത് മാപ്പാക്കി തരിക തന്നെ ചെയ്യും. അതേ സന്ദർഭത്തിൽ ഏതെങ്കിലും വ്യക്തികളോട് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകൾ പൊറുക്കണമെങ്കിൽ നമ്മൾ ആരോടാണോ ചെയ്തത് ആ ആളുകളോട് പോയി മാപ്പപേക്ഷിക്കുകയും അവർ അങ്ങനെ നമുക്ക് മാപ്പ് നൽകുകയും ചെയ്താൽ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മാപ്പ് നൽകുകയുള്ളൂ എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയും ചെയ്യുകയുള്ളൂ. നമുക്കറിയാൻ സാധിക്കും, പരിശുദ്ധ ഖുർആനിൽ ഗൈബത്ത് നമീമത്തുകളൊക്കെ പറയുന്ന ആളുകളെ സംബന്ധിച്ച് അള്ളാഹു ചില ഉദാഹരണങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. 4 ആളുകൾ കൂടുമ്പോൾ രസത്തിന് വേണ്ടി അല്ലെങ്കിൽ പൊങ്ങച്ചത്തിന് വേണ്ടി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യലാഭത്തിന് വേണ്ടിയിട്ടൊക്കെ പലതരത്തിലുള്ള സംസാരങ്ങളും കള്ളത്തരങ്ങളും ഒക്കെ പറയുന്ന ആളുകൾ യഥാർത്ഥ സമൂഹത്തിലുണ്ടാകും. ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് അത്തരത്തിലുള്ള ജീവിത സാഹചര്യങ്ങളിലോ അല്ലെങ്കിൽ സംസാരങ്ങളിലോ ഏർപ്പെടുവാൻ പാടില്ല. ഖുർആൻ പറയുന്നത് കാണുക, അയുഹിബ്ബു അഹദുക്കും, നിങ്ങൾ ആരെങ്കിലും ഒരാളെ ഇഷ്ടപ്പെടുന്നുവോ അയ്യഅകുല ലഹ്മ അഖീഹി മൈത ഫകരിഹ്തുമുഹു, തൻ്റെ സഹോദരൻ മരണപ്പെട്ടതിന് ശേഷം അവൻ്റെ മാംസം ഭക്ഷിക്കുവാൻ നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? അതൊരു വല്ലാത്ത ചോദ്യമാണ്. ഒരാളുടെ കുറ്റങ്ങളും കുറവുകളും എടുത്തു പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ പരിഹാസ്യനാക്കി മാറ്റുന്ന രൂപത്തിൽ സംസാരിക്കുന്ന ആളുകളോടുള്ള അള്ളാഹുവിൻ്റെ ചോദ്യമാണ്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കുന്ന ചോദ്യം എന്താണ് എന്ന് വെച്ചാൽ, നമ്മൾ
തൻ്റെ സഹോദരൻ്റെ മാംസം തിന്നാൻ ആരെങ്കിലും ആഗ്രഹിക്കും? ഒരിക്കലും ചെയ്യുകയില്ല. എന്നാൽ അതിന് തുല്യമാണ് ഒരാളുടെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞ് ഗൈബത്ത് എന്ന് പറഞ്ഞാൽ ഒരാളുടെ അസാന്നിധ്യത്തിൽ അയാളുടെ കുറ്റങ്ങളും കുറവുകളും എടുത്തു പറയുക എന്നുള്ളതാണ്. അത് കേൾക്കുന്നത് തന്നെ മറ്റുള്ള ആളുകൾക്ക് വെറുപ്പായിരിക്കും. അത്തരത്തിലുള്ള ഒരു സംസാര രീതി ഒരിക്കലും ഇസ്ലാം വെച്ച് പൊറപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഗൗരവതരമായ ഒരു ഉദാഹരണമാണ് അതിന് വെച്ച് തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കുക. ഒരു ചരിത്രത്തിൽ അല്ലെങ്കിൽ ഹദീസിൽ നമുക്കൊരു ഹദീസ് കാണുവാൻ സാധിക്കും. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയോട് ഒരു നീരസത്തോടു കൂടി സംസാരിച്ച ഒരു കാര്യമുണ്ട്. സഫിയ എന്ന് പറയുന്ന പ്രവാചകന്റെ പത്നിയെ സംബന്ധിച്ച് അവൾ നീളം കുറഞ്ഞവളാണ് എന്ന രൂപത്തിൽ ഖുസൈറ എന്ന പദപ്രയോഗം നടത്തുകയുണ്ടായി. ആ പദപ്രയോഗത്തെ സംബന്ധിച്ച് റസൂൽ പറഞ്ഞു, ആയിഷ, നീ ഈ പറഞ്ഞ വാക്കുണ്ടല്ലോ, അതെങ്ങാനും ഒരു കടലിൽ കൊണ്ടുപോയി കലക്കുകയാണെങ്കിൽ ആ കടലിന്റെ രുചിയും മണവും നിറവും എല്ലാം വ്യത്യാസപ്പെടുന്ന ഗൗരവതരമായ വാക്കാണ് നീ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അത്തരത്തിൽ സംസാരിക്കുവാൻ പാടില്ല എന്ന താക്കീത് ആയിഷ ബീവിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുകയാണ്. ഇതുപോലെ തന്നെയാണ് നമ്മളും ചെയ്യേണ്ടത്. മറ്റുള്ള ആളുകളുടെ അസാന്നിധ്യത്തിൽ അവരുടെ കുറ്റങ്ങളും കുറവുകളും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കടലിൽ കലക്കിയാൽ കടൽ പോലും മലിനമാവുന്ന തരത്തിലുള്ള വാക്കുകൾ നമ്മുടെ നാവിൽ നിന്നും നമ്മുടെ വായിൽ നിന്നും വരുന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ മാത്രം അതപ്പതിച്ചവരാണ് എന്ന് തിരിച്ചറിവ് അന്നേരം നമുക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ റമദാൻ എല്ലാത്തിനുമുള്ള ഒരു പരിശീലന വേദിയായി നമ്മൾ കാണേണ്ടതുണ്ട്. നമ്മുടെ സംസാരത്തെ നിയന്ത്രിക്കുക, അമൽ സാലിഹാത്തുകൾ ഭംഗിയായി ചെയ്യുക, ആരാധനാക്രമങ്ങളെല്ലാം മനസ്സാന്നിധ്യത്തോടു കൂടി നിർവഹിക്കുക, എല്ലാവരോടും നല്ല രൂപത്തിൽ പെരുമാറുക. സംസാരവും അതുപോലെ പ്രവർത്തനങ്ങളുമൊക്കെ അള്ളാഹു ദീനിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകനോട് എങ്ങനെയാണ് പഠിപ്പിച്ചത്? കഴിവിന്റെ പരമാവധി ഫത്തഖുല്ലാഹ മസ്തതഅ്തും, നിങ്ങൾ കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക. ഈ രൂപത്തിൽ ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശീലനമായി ഈ റമദാനിനെ കാണുകയും തുടർന്ന് വരുന്ന മാസങ്ങളും അതേ രൂപത്തിലുള്ള ഒരു ജീവിതക്രമം നേടിയെടുത്ത് നല്ല ഒരു മുഅ്മിനായി മുത്തഖിയായിക്കൊണ്ട് മരിച്ചു പോകുവാൻ പറ്റുന്ന ഒരു ജീവിത സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. നോമ്പ് എന്ന് പറയുന്നത് മുഅ്മിനായ മനുഷ്യനെ മുത്തഖിയാക്കി മാറ്റുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ മുഅ്മിനുകളാണ്, നമ്മൾ മുത്തഖികളായി മാറണമെങ്കിൽ ചില കാര്യങ്ങൾ കൂടി നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ആ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വാക്കുകളെ നിയന്ത്രിക്കുക എന്നുള്ളത്. ഏതായിരുന്നാലും ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് യഥാർത്ഥ ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള എല്ലാവിധ തൗഫീഖും നൽകി അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മൾ പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങളിൽ എന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ അബദ്ധങ്ങളെല്ലാം തന്നെ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.